ഹായ് ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഒരു പിങ്ക് റോസയായിരുന്നു കേട്ടോ. അത് അറ്റാക്ക് ചെയ്ത് പെട്ടിരിക്കുക മൊത്തം. ആ യെല്ലോ കളർ ഫ്ലവർ കണ്ടോ, ആ പ്ലാന്റ് മൊത്തം അറ്റാക്ക് ചെയ്ത്. സോ ഞാൻ അതിനിപ്പോൾ ഇച്ചിരി റിമൂവ് ചെയ്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ റിമൂവ് ചെയ്ത് അതിനെ ഇച്ചിരി കട്ട് ചെയ്ത് ഡ്രൈ ആയ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് മണ്ണൊക്കെ ഇച്ചിരി ഇളക്കി ഒക്കെ ചെയ്ത് കൊടുത്താൽ ചിലപ്പം രക്ഷപ്പെടുമായിരിക്കാം. സോ മണ്ണൊക്കെ ഇളക്കി കൊടുത്തപ്പോൾ എന്താ ഞാൻ കണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് മുഴുവൻ ഉറുമ്പും ഒരുതരം ഇൻസെക്ട്സ് അതെല്ലാം കൂടെ കണ്ട് അതിനകത്ത്. സോ ഞാൻ സൈഡിലോട്ട് മാറ്റി, കംപ്ലീറ്റ്ലി സൈഡിലോട്ട് മാറ്റിയിട്ട് കുറച്ചൊക്കെ കട്ടിങ് ചെയ്ത് കളഞ്ഞിട്ട് അത് മുഴുവൻ മണ്ണ് മുഴുവൻ ഇളക്കവും കാണാൻ അതിനകത്ത് ചെറിയൊരു തരം ഇൻസെക്ട്സ്. സോ ഞാനതെല്ലാം റിമൂവ് ചെയ്ത് എന്നിട്ട് നീം പൗഡറില്ലേ, ഡ്രൈഡ് നീം പൗഡർ കുറച്ചിട്ട് കുറച്ച് NPK സ്പ്രേ ഒഴിച്ച്, NPK നമ്മൾ ഇച്ചിരി ഡൈലൂട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ഒഴിച്ച് അതിനകത്തിട്ട് പിന്നെ ഞാൻ ചുറ്റും നമ്മുടെ ലക്ഷ്മൺ രേഖ ഇല്ലാണ്ട് ഇനി കയറായിരിക്കും ലക്ഷ്മൺ രേഖയും കൂടെ വെച്ചു. സോ നോക്കാം ഇനി വളരുമോ നല്ലതായിട്ടൊന്നും. അതാ നാടൻ പിങ്ക് റോസ കിട്ടാനുമാണ് പാട. പനീർ റോസ് അല്ല, സ്മോൾ ടൈപ്പ് നാടൻ പിങ്ക് റോസ്. ഇഷ്ടം പോലെ പൂ തന്ന പ്ലാന്റ് അത്. എനിക്ക് എന്തുകൊണ്ടാണ് റോസ വളരാത്തതെന്ന് നമ്മളിങ്ങനെ മണ്ണിളക്കി നോക്കുമ്പോൾ കാണാം. മുഴുവൻ ഒരുതരം ഇൻസെക്ട്സും ബ്ലാക്ക് ആൻഡ് മൊത്തം. സോ അതിന് ബ്രാഞ്ചസിന് ഇൻഫെക്ഷൻ ആവുമല്ലോ. സോ അതുകൊണ്ട് ഡ്രൈ നീമൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു, ലക്ഷ്മൺ രേഖ അപ്ലൈ ചെയ്തു.